ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലാണ്. ഇവിടെ വന്നിരിക്കുന്നത് പുതിയ റേഞ്ച് റോവർ വെലാറിൻ്റെ ഒരു ഡ്രൈവ് റിവ്യൂവിനാണ്. ഇത് ആദ്യത്തെ വീഡിയോ ഒന്നല്ല, ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലുക്കും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇక ഫ്രാൻസി പേപ്പറും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അവിടെ ഇന്ത്യൻ സ്പെക്കാണത്, ഇന്ത്യൻ ആയിട്ടുള്ള വെലാറാണ്, അതും ഡീസലാണിത്. അതെ. അപ്പോൾ ഇന്ത്യൻ റോഡ്സിൽ ഈ വാഹനം കണ്ടു നോക്കാം. വെൽക്കം ഫ്ലൈവ്. ഇതിപ്പോൾ ഒരു മിഡ് ലൈഫ് ഫേസ് ലിഫ്റ്റ് വെലാറാണ്. അല്ല പുതിയെന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ജനറേഷൻ അല്ല. ഇത് ഞാൻ മുമ്പ് പറഞ്ഞാണ്, ഒരു വലിയ മേജർ ചേഞ്ചസ് ഡിസൈനിൽ കൊണ്ടുവന്നില്ല, ചെറിയ ചെറിയ മൈനർ ചേഞ്ചസ് ഉള്ളത്. ബട്ട് ഇറ്റ് ലുക്സ് ഗുഡ്. നേരത്തെയും വെലാർ എന്ന് വെച്ചൊരു ലുക്കിംഗ് ഗുഡ് കാർ ആയിരുന്നു. ലുക്സിന്റെ കാര്യത്തിൽ മെയിൻ ശരിക്കും ഡിസൈനേഴ്സ് കാർ എന്ന് പറയാം. പ്രോപ്പർ ആയിട്ട് പറയാം. ഫസ്റ്റ് റിവ്യൂ ഉണ്ടെന്ന് ഞാൻ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. നമ്മളൊരു ഡിസൈനേഴ്സ് കാർ, ആർക്കിടെക്ട്സ് കാർ എന്നുള്ള പറഞ്ഞിട്ട്. അതെ, ഇതും അതുപോലെ തന്നെ ഡിസൈൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. വന്നേക്കുന്ന മാറ്റങ്ങളൊക്കെ തന്നെ ലുക്ക് കൂട്ടിയിട്ടേ ഉള്ളൂ. ഇറ്റ്സ് എ ഗുഡ് ലുക്കിംഗ് കാർ. സോ ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് വന്നിരിക്കുന്ന ഈ കോപ്പർ ആക്സെഞ്ചേഴ്സ് ആണെങ്കിലും പുതിയ വീലാണ്, ഇതെല്ലാം ഇത് എൻഹാൻസ് ചെയ്തിട്ടുള്ളൂ. എന്നാലും ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ രണ്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് പണ്ട് വെലാറിന്റെ ലുക്സ് ഇഷ്ടമാണ്. എനിക്ക് വേറെ വണ്ടികളാണ് താല്പര്യം, പക്ഷേ വെലാറിന്റെ ലുക്സ് എനിക്ക് പണ്ട് ഇഷ്ടമാണ്. ആ ഇന്റീരിയർ ആണ് എക്സ്റ്റീരിയർ ആണെങ്കിലും. അപ്പം ഇതാണ് നമുക്ക് ബേസിക്കലി പറയാനുള്ള. അപ്പോൾ ഒരു ലുക്ക് നിങ്ങൾ കണ്ടു. നമുക്ക് എന്തായാലും മെയിൻ ഇന്റീരിയറിൽ വന്നേക്കുന്നത് ഡ്രൈവിനും കാര്യത്തിലും കിടക്കാം. നമുക്കത് ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ കാണാം. ഇനി ഡ്രൈവാണ്. ഡ്രൈവ് ഞാൻ ഓടിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം ഞാനും പറഞ്ഞത്, ഇക്കയുടെ അഭിപ്രായം അല്ല, ഇക്കയുടെ അഭിപ്രായം പറയാഞ്ഞത് ഓഫ് റോഡ് പോയിൻ്റെയാണ്. അല്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ ഫ്രാൻസിൽ പോയപ്പോൾ നമുക്ക് ശരിക്കും ഓഫ് റോഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതിനനുസരിച്ചുള്ള വിഷ്വൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളന്ന് പോയ ഒരു ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ഡ്രൈവ്സ് പോകുമ്പോൾ മിക്കവാറും ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് അവർ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ല, ബേസിക്കലി എന്താ വെച്ചാൽ നമ്മൾ ഇന്റർനാഷണൽ മീഡിയ ഡ്രൈവ് പോകുമ്പോൾ നമ്മൾ മാത്രം ഇൻവൈറ്റ് ചെയ്യാം. ജേർണലിസ്റ്റുകളെ നമ്മൾ ക്യാമറ പേഴ്സൺമാരെ ഇൻവൈറ്റ് ചെയ്യില്ല. അവരൊരു ക്യാമറ ക്രൂവിനെ അവിടെ അറേഞ്ച് ചെയ്യും. പൊതുവേ ഏറ്റവും നല്ല ക്യാമറ ക്രൂ ഉണ്ടാകുന്ന ഒരു ബ്രാൻഡാണ് JLR. മെയിൻലി JLRൻ്റെ എനിക്ക് ഡെയ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമറമാൻ ഉണ്ട്. പുള്ളി പണ്ടെല്ലാം ടോപ്പ് ഗിയർ ക്രൂവിൽ നോക്കി അടിപൊളി വിഷ്വൽസ് എല്ലാം ചെയ്യുന്ന ടീമാണ്. പക്ഷേ നമ്മൾ പോയ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആണ് ആക്ച്വലി വൺ ഓഫ് ദ ഫസ്റ്റ് ബാച്ചസ് ടു റീച്ച് ഫോർ വെലാർ ഡ്രൈവ്. ഇന്ത്യയിൽ റേഞ്ച് റോവർ ആക്ച്വലി ഇറങ്ങിയ പാടുന്ന വെലാർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഗ്ലോബൽ ഡ്രൈവ് നടന്നിരുന്നില്ല. ഗ്ലോബൽ ഡ്രൈവ് നടക്കുന്നത് ആ സമയത്താണ് നമ്മളെ കൊണ്ടുപോയത്. ആ കൊണ്ടുപോയ സമയത്ത് അവർക്ക് രണ്ട് മോഡൽ എംഫസിസ് ചെയ്യാനുണ്ട്. ഒന്ന് നമുക്കിപ്പോഴും എംബാഗോഡാണ്, അത് ഇവോക്കിൻ്റെ ആണ്. ഇവോക്കിൻ്റെ നമുക്കിപ്പോൾ ആവുന്നുള്ള റിലീസ് ചെയ്യാനാണ്. ആ വണ്ടിയായിരുന്നു അന്ന് അവരുടെ ഫോക്കസ്. പിന്നെ വെലാറിന് വന്ന് നമ്മളെ പോലത്തെ ആൾക്കാർക്ക് അവർ വിഷ്വൽ എടുക്കാൻ നമ്മൾ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു നമ്മളെ ഷൂട്ട് ചെയ്യാൻ. ഞാൻ ഡാമിനോട് പേഴ്സണലി സംസാരിച്ചു പറഞ്ഞു, നമ്മളോട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞ ഡേ വേറെയാണ്. അപ്പോഴേക്കും നമ്മൾ അതിലില്ലാതായി. അപ്പോൾ ഇവർ ഫൂട്ടേജ് അയച്ചാൽ നമുക്കത് കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഫൂട്ടേജ് ഇല്ലാതായി. ബേസിക്കലി അതാ പറ്റിയത്. അല്ലെങ്കിൽ അപ്പോൾ വളരെ ഓർഗനൈസ്ഡ് ആണ്. പക്ഷേ അന്ന് നമ്മൾ ഡ്രൈവ് ചെയ്തത് ഒരു വീനിയാർഡിലാണ്. അത് ഞാൻ ഷാംപെയിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, നമ്മളെ ചമ്പാഗ്നിയില്ലേ, അത് തന്നെ. ഈ ഷാംപെയിൻ ആക്ച്വലി സ്ഥലത്തിൻ്റെ പേരാന്നുള്ള പോലും ഞാൻ അപ്പോഴാട്ടോ റിയലൈസ് ചെയ്ത്. നമ്മളതിനായിട്ട് കണക്ഷൻ കുറവുണ്ടായിരിക്കും. നീ അല്ല, ഞാൻ ഷാംപെയിൻ ഒന്നും കുടിക്കില്ല, കുടിക്കലുള്ളൂ അല്ലേ. അപ്പോൾ ഷാംപെയിനിൽ പോയപ്പോൾ അവിടെ നല്ലൊരു വീനിയാർഡിൽ ഒരു ഉള്ളിൽ കൂടെ ആയിരുന്നു നമുക്ക് ഓഫ് റോഡ് ഉണ്ട്. എക്സ്ട്രീം ഒന്നുമല്ല, സാധാരണ ലാൻഡ് റോവർ ഉണ്ടാകുന്ന ചില എക്സ്ട്രീം കണ്ടീഷൻസ് ടെസ്റ്റ് ചെയ്യാൻ തരുന്ന പോലെ ഉണ്ടായിരുന്നില്ല. കാരണം അവർ പറഞ്ഞത് വളരെ ക്ലിയറാണ്. നമ്മളെ വണ്ടികൾ കേപ്പബിളാണ്, നമ്മുടെ DNA സ്ട്രോങ് ആണ്. അത് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സിൽ 99% തന്നെ വെലാർ കസ്റ്റമേഴ്സിൽ ഓഫ് റോഡ് ചെയ്യുന്നവരില്ല എന്നുള്ളതാണ്. ഓബ്വിയസ്ലി വെലാർ ഓഫ് റോഡ് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചെറിയ പാർട്ടായിട്ട് ഇപ്പം ഒരു പറഞ്ഞ ഒരു വീനിയാർഡിൻ്റെ ഓണർ നമ്മൾ സാധാരണ അങ്ങനെ പോയി കാണുമ്പോൾ കാണുന്ന ഫീൽ ഇതാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ഇതാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അത്രയും കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കിയുള്ള റേഞ്ച് റോവേഴ്സ് ചെയ്യുന്ന ഓഫ് റോഡിങ് വെയ്ഡിങ് ഒക്കെ ഇതിനും പറ്റും. നല്ല ഓഫ് റോഡിങ് കേപ്പബിൾ ആണ്. അതിന് മുമ്പ് നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അറിയാം. പ്രോബ്ലം വാസ് ലൈക്ക് നമുക്ക് ഓടിക്കാൻ കട്ടിയ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല ഓഫ് റോഡും എക്സ്ട്രീം കാണിച്ചിട്ടുണ്ട്. അതിന് മാത്രം എന്നുള്ളത് നമുക്ക് തോന്നുന്നു. പക്ഷേ കേപ്പബിലിറ്റി എനിക്ക് ആയാലും അതൊന്നല്ല ഞാൻ ഇംപ്രസീവ് ആയത്. അന്ന് നമുക്ക് കിട്ടിയിരുന്ന പ്ലഗ് ഇൻ ഹൈബ്രിഡ് മോഡലായിരുന്നു. അപ്പോൾ ഇലക്ട്രിക് മോട്ടർ, അതായത് അതിൻ്റെ ഇലക്ട്രിക് എനർജി കിട്ടുന്നവരെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫുൾ ഓഫ് റോഡിങ്ങിലും ഇലക്ട്രിക്കലാണ് ഞാൻ ഓൾമോസ്റ്റ് ചെയ്തത്. ആ സമയത്ത് കിട്ടിയ ഒരു എഫേർട്ട്ലെസ് ഫീൽ, വണ്ടിക്ക് ഒരു എഫേർട്ടും ഇല്ലാതെ അത് വാസ് ഡൂയിങ് വെരി ഗുഡ് ജോബ്. ഈ നമ്മൾ മറ്റേ പറയുന്ന പോലെ തന്നെ പോലെ തന്നെ ശരിക്കും ഓഫ് റോഡേഴ്സ് ആണ്
റേഞ്ച് റോവർ. അതെ അതെ. പക്ഷെ അതിന്റെ കസ്റ്റമേഴ്സ് അങ്ങനെയല്ല, അതായത് സ്റ്റാറ്റസ് സിമ്പിൾ ആയി മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ എഫേർട്ട്ലെസ് ആയിട്ട് അത് ഇറങ്ങിയ സമയത്ത് UK തന്നെ സ്റ്റേറ്റസ് സിമ്പിൾ ആയിട്ടുണ്ട്. അതെ, പിന്നെ റേഞ്ച് റോവർ ഇറങ്ങിയപ്പോൾ റേഞ്ച് റോവർ ഇറങ്ങുന്ന കോൺസെപ്റ്റ് എന്തായിരുന്നു അറിയോ? ലാൻഡ് റോവർ സക്സസ്ഫുൾ ആയി നിൽക്കുക, പക്ഷെ അവരുടെ ഒരു ഫുള്ളി യൂട്ടിലിറ്റി വെഹിക്കിൾ, എന്താ പറയുക, അഗ്രികൾച്ചർ വെഹിക്കിൾ പോലെ ആയിട്ട് കണക്കിലെടുത്ത്. അപ്പോൾ അന്ന് തന്നെ അവരെ ബെഞ്ച് മാർക്ക്, ഇപ്പം അത് പറയാറില്ല സ്റ്റേറ്റ്മെന്റ്, എസ് ക്ലാസ് കംഫർട്ട് ഓൺ എ 4-wheel ഡ്രൈവ്. അന്ന് ഈ SUV എന്നുള്ള പേരേ ഇല്ല, SUV എന്നുള്ള ടെർമിനോളജി ഇല്ല, ഓഫ് റോഡർ എന്നാണ്. അപ്പോൾ അങ്ങനെ എസ് ക്ലാസ് കംഫർട്ടുള്ള ഒരു ഓഫ് റോഡർ ആണ് അവരൊന്ന് ഉദ്ദേശിച്ചിരുന്നത്. അന്നായിരുന്നു അന്ന് പറഞ്ഞത്, അവർ സ്റ്റേറ്റ്മെന്റ് അതാ. അപ്പോൾ അത് വെച്ചിറക്കി ആ റേഞ്ച് റോവർ ഹിറ്റായി. അപ്പം തന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഓഫ് റോഡബിലിറ്റിനേക്കാൾ ആൾക്കാർ ഇഷ്ടപ്പെട്ടത് അതിന്റെ സ്റ്റേറ്റസ് സിമ്പിളും കംഫർട്ടും. ഇതും ഒരു മാഫിയ സിമ്പിളായി ബ്ലാക്ക് വണ്ടി. എക്സാക്ട്ലി. അപ്പൊ അങ്ങനെ ആയി മാറി. ആൻഡ് യു നോ വാട്ട് ദ ഹിസ്റ്ററി ഈസ്, റെസ്റ്റ് ഈസ് ഹിസ്റ്ററി എന്ന് പറയാം. എനിവേ, ഇനി നീ ഒന്ന് ഓടിച്ച് നിന്റെ അഭിപ്രായം പറഞ്ഞേക്ക്. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്, അതെല്ലാം നിങ്ങൾ കഴിഞ്ഞ റിവ്യൂവിൽ കണ്ടു മനസ്സിലാവും. ഓക്കെ, അപ്പം മിസ്സാരെ കണ്ടാൽ നമുക്ക് വ്യൂവും കേടും. സോ ഇതിന്റെ പ്രോപ്പർ റിവ്യൂലേക്ക് കിടക്കുമ്പോൾ ഇക്ക നേരത്തെ ഓടിച്ച വണ്ടി യൂറോപ്യൻ സ്പെക്ക് ആയിരുന്നു, ഇപ്പൊ ഇന്ത്യൻ സ്പെക്ക് വണ്ടിയാണ് നമ്മൾ ഓടിക്കുന്നത്. ഇവിടെ 2 എഞ്ചിൻ ഓപ്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട്, പെട്രോളും ഡീസലും. ഒന്ന് D200 എന്ന് പറയുന്നതും ഒന്ന് P250 എന്ന് പറയുന്നതും. അതിൽ ഒന്ന് കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യുന്നു, ഒന്ന് കൂടുതൽ ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നു. അത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, അപ്പൊ ഡീസൽ 200 HP പവറും 480 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ പെട്രോൾ എന്ന് പറഞ്ഞാൽ 247 HP പവറും 330 Nm ടോർക്കും. സോ എഫക്റ്റീവ്ലി പറയുമ്പോൾ രണ്ടിന്റെയും പെർഫോമൻസ് സിമിലർ ആണ്, പക്ഷെ ഡ്രൈവിംഗ് സ്റ്റൈൽ അനുസരിച്ച് റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള വ്യത്യാസമുണ്ട്. രണ്ട് ടൈപ്പ് ഓഫ് ആളുകൾക്കും ഉള്ള രീതിയിലുള്ള ഓപ്ഷൻസ് ആണ് അവൈലബിൾ എന്ന് പറയാം. എഫിഷ്യൻസി രണ്ടും ഏകദേശം അതും ഡീസൽ ബെറ്റർ ആണെന്ന് തോന്നുന്നു. 8.7 kL/100 km. ഞാൻ നോക്കിയപ്പോൾ അതെ, നമുക്ക് ഫുൾ ടാങ്കിൽ ഇത് ഏകദേശം 700 km റേഞ്ചും കാണിക്കുന്നുണ്ട്. 686. ഓക്കെ, അപ്പം അത് ഒരു ആസ്പെക്റ്റ് ആണ്. പിന്നെ പെട്രോൾ ഞാൻ ഓടിച്ചിരുന്നത് ഹൈബ്രിഡ് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി കമ്പയർ ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്നതല്ല. ഇവിടെ ഹൈബ്രിഡ് ഇറങ്ങുന്നില്ലല്ലോ, ഇല്ല, ഇവിടെ 2 മോഡൽ മാത്രമേ ഉള്ളൂ. പക്ഷെ താങ്ക്ഫുള്ളി ഡീസൽ ഉണ്ട്. പലരും ഡീസൽ ഒഴിവാക്കുന്ന കാലത്ത് നമുക്ക് ഡീസൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഞാൻ കണ്ടൊരു അഡ്വാൻറ്റേജ്. 8-speed ഗിയർ ബോക്സ് ആണ്, ZF ഡ്രൈവ് ചെയ്തിട്ടുള്ള ഗിയർ ബോക്സ് ആണെങ്കിൽ കൂടി കുറച്ചുകൂടി എനിക്ക് തോന്നിയിട്ടുള്ളത് ബെറ്റർ ട്യൂണിങ് ഇതിലുണ്ട്, കുറച്ച് സ്മൂത്ത് ട്യൂണിങ് ഉണ്ട്. വാട്ട് ഡു യു തിങ്ക്? ട്യൂണിങ് നല്ലതാണ്, ഗിയർ ഷിഫ്റ്റ്സ് ഭയങ്കര സ്മൂത്ത് ആണ്. അതിന്റെ ഇടയിൽ പറയേണ്ട ഒരു കാര്യം, ടേണിംഗ് റേഡിയസ്. നമ്മളിപ്പോ ആ സിഗ്നലിൽ നിന്ന് വളരെ ടൈറ്റ് ആയിട്ടൊരു ടേണിംഗ് റേഡിയസ് വരുന്ന ഇത്രയും വലിയ വണ്ടി അത് ചിലർക്കാർ ഉണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കയറേണ്ടി വന്നു. അതപ്പോ ടേണിംഗ് റേഡിയസ് ഇസ് നൈസ്, ഇംപ്രസീവ്. അതെ, പക്ഷെ റോഡ് നോയ്സ് ഉണ്ട്. ടയറിനുള്ള റോഡ് നോയ്സ്, വിൻഡ് നോയ്സ് എനിക്ക് തോന്നിയിട്ടില്ല. എഞ്ചിൻ നോയ്സും റിഫൈൻഡ് ആണ്. ടയർ എനിക്ക് തോന്നുന്നു ഈ റോഡിൽ ഈ റഫ് സർഫേസിലും കുറച്ച് നമ്മളിപ്പോ ഈ റോഡിൽ തന്നെ നമുക്ക് ടയർ നോയ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഈ വണ്ടിയുടെ, ഈ നേരത്തെ പറഞ്ഞ ഒരു അഡ്വാൻറ്റേജിന്റെ ഡിസഡ്വാൻറ്റേജ് ആവുന്ന പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണല്ലോ. ലുക്സ് വെരി ഗുഡ്, പക്ഷെ ഫിംഗർ പ്രിന്റും പൊടിയും അത് എപ്പോഴും എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് അതിങ്ങനെ വൃത്തിയായിട്ടിരിക്കണം, അതിങ്ങനെ ഫുൾ ടൈം ഇത് ആക്കിക്കൊണ്ടേ ഇരിക്കണം. എനിക്ക് ഏത് വണ്ടിക്കാലും പിയാനോ ബ്ലാക്ക് ദേഷ്യം വരും, ഫിംഗർ പ്രിന്റും പൊടിയും കാണുമ്പോൾ എന്റെ ഫോണിൽ വരെ ദേഷ്യം വരും. അപ്പൊ അതൊരു പ്രശ്നമാണ്. പക്ഷെ പിന്നെ വേറെ സംഭവം, ഇവിടുത്തെ ഫോണ്ടും ഈ ഇതിലത്തെ ഫോണ്ടും വ്യത്യാസമുണ്ട്. ഇൻഫോർടൈൻമെന്റിലും ഫോണ്ട് വ്യത്യാസമുണ്ട്. അതെന്താ അറിയോ, അത് പഴയത് റീറ്റെയിൻ ചെയ്ത് ആ ഒരു ഡ്രോബാക്ക് ഉണ്ട്. പിന്നെ എനിക്ക് വേറെ സംഗതി തോന്നിയിട്ടുള്ളത്, പൊതുവേ റേഞ്ച് റോവർ എന്ന് പറയുമ്പോൾ നല്ല കാശുള്ള മുതലാളിമാർ എടുക്കാറില്ല, സെൽഫ് ഡ്രിവൺ ആയിട്ടുള്ള ആൾക്കാർ എടുക്കണം എന്നാണ് ഞാൻ പറയുക. എല്ലാത്തവരും എടുക്കുകയാണെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ടു സിറ്റ് ഇൻ ദ ഫ്രണ്ട് ഇരിക്കുന്നതാണ് നല്ലത്. ബാക്ക് സീറ്റ് മുതലാളിയായിട്ട് ഇരുന്ന് എണീറ്റ് പോകുമ്പോൾ ചിലപ്പോൾ തലകെട്ടാനുള്ള ചാൻസ് ഉണ്ട്, കുറേ താന്നിട്ടായിരിക്കുന്നത്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് കംഫർട്ടബിൾ അല്ല. സോ ദിസ് ഇസ് മെന്റ് ഫോർ ഡ്രൈവേഴ്സ് കാർ അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റ് കാർ. റിയലിൽ ഇരിക്കാം, കുട്ടികൾക്കോ അല്ലെങ്കിൽ ഹൈറ്റ് പറഞ്ഞ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ദ റൈറ്റ് തിങ് ടു ഡു. ഈവൻ ഇഫ് യു ആർ ടാർഗറ്റ് ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു കപ്പിൾ. മറ്റേ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ പുറത്തെല്ലാം പിള്ളേരെ ഗൾഫിലാണ്, അവര് ഭാര്യ ഭർത്താവും. അത് മാത്രമൊന്നുമല്ല, അങ്ങനെ നമ്മളെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കപ്പെടുന്ന മഞ്ജു വാര്യർ ഉപയോഗിക്കുന്നത് ഇതല്ലേ? അതെ, മഞ്ജു വാര്യർ. അപ്പൊ അങ്ങനത്തെ ആളുകൾക്കും പറ്റും. ഇറ്റ്സ് എ യങ് കാർ ഓൾസോ, ബട്ട് ഐ വുഡ് സേ ഫ്രണ്ടിൽ ഇരുന്നാൽ മതി.
എന്നുള്ളതാണ് വലിയ ആൾക്കാരാണെങ്കിൽ. ബാക്കിൽ എനിക്കാ തോന്നുന്നത് ബാക്കില് ഒരു ബാക്ക് ഇച്ചിരി അൺകംഫർട്ടബിൾ ആണ്. ഓക്കെ ഫൈൻ. നമുക്ക് ലെറ്റ്സ് കം ടു ദ എൻഡ്. ബിഫോർ ദാറ്റ് ഇതിന്റെ ഗ്രേ കളർ എക്സ്റ്റീരിയർ നമ്മൾ കണ്ടു. ഗ്രേ കളറിന് ഒരു അഡ്വാൻറ്റേജ് കണ്ടപ്പോൾ പൊടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് ഇഫ് യു ആർ പ്രിഫറിങ് നീ ഏത് വണ്ടി സെലക്ട് ചെയ്യണം, ഏത് കളർ ഇതിലോ റേഞ്ച് റോവറിൽ ബ്ലാക്ക്. ഇത് എപ്പം ചോദിച്ചുള്ളൂ നീ പ്രിപ്പയർഡ് ഒന്നല്ല എനിക്കറിയാം. ബ്ലാക്ക് ആയിരിക്കും. ബ്ലാക്ക് ശരിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ബ്ലാക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ബ്ലാക്ക് കാണുമ്പോൾ ഈ ഷേപ്പിന് റേഞ്ച് റോവറിന്റെ ഒരു അത് എനിക്ക് മറ്റേ മെയിൻ റേഞ്ച് റോവേഴ്സിൽ എനിക്ക് വേറെ കളേഴ്സ് ഇഷ്ടമുണ്ട്. ഇതിൽ ബ്ലാക്ക് കാണുമ്പോൾ ആ ഷേപ്പ്, പ്രത്യേകിച്ച് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഗ്ലാസ്, പ്രൈവസി ഗ്ലാസ് കൂടെ അടിപൊളിയായിരിക്കും അല്ലേ? നല്ല ഹരണ്ടാവും കാണാൻ. അതിന്റെ കൂടെ സ്മോക്ക് വീൽസും പിന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഒന്ന് പാക്കേജോട് കൊടുത്ത് സെറ്റായി. നമ്മൾ പ്രൈസിനെ കുറിച്ച് സംസാരിക്കില്ല. എൻഡ് ചെയ്യുന്നതിന് മുന്നേ രണ്ട് മോഡലും പെട്രോളും ഡീസലും ആണെങ്കിലും സെയിം വിലയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഏതാണോ നമ്മുടെ ഇഷ്ടം പോലെ അതെടുക്കുക, വലിയ വ്യത്യാസമൊന്നുമില്ല. സെയിം പ്രൈസിങ്ങിൽ വരുന്നു രണ്ട് വേരിയൻസ്. സോ സെയിം എഞ്ചിൻ കപ്പാസിറ്റി, ഡിഫറെൻറ്റ് പവർ ഔട്ട്പുട്ട് അക്കോർഡിംഗ് ടു ഡീസൽ ആൻഡ് പെട്രോൾ. ഇതാണ് സംഭവം. ഓക്കെ, നമ്മളിപ്പോൾ നേരത്തെ കൊണ്ടുവന്ന റിവ്യൂവിനേക്കാളും എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിൽ വണ്ടി എടുക്കുന്നവർക്കുള്ള റിവ്യൂ ഇതാണ്. കാരണം രണ്ട് ഒപ്പീനിയൻസും ശരി, നമ്മൾ രണ്ടാളും ശരിക്കും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നേച്ചറുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ടൈപ്പ് ഓഫ് ഒപ്പീനിയൻ നിങ്ങൾ കേട്ട് ഇന്ത്യൻ മോഡൽസിൻ്റെ, ഇന്ത്യൻ വേരിയൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു വണ്ടിയുടെ ചോയ്സ് വരികയാണെങ്കിൽ നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യുമെന്നുള്ളത് നമ്മൾ കമൻറ്റിലൂടെ അറിയിക്കാം. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും ചെയ്യാം. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് മറ്റൊരു പുതിയ വണ്ടിയോ അല്ലെങ്കിൽ യൂസ് ചെയ്ത വണ്ടികളോ എല്ലാം കാണുന്നവരെ സ്റ്റേ സേഫ്, എൻജോയ് വീലിംഗ്.